ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരുപാട് ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അത്തരത്തിലുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒരു താരം, അത് നിക്കോളാസ് ഓട്ടമെൻഡിയാണ്. അർജന്റീൻ സൂപ്പർ താരമായ ഓട്ടമെൻഡി നിലവിൽ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഈ സമ്മറോടുകൂടി പൂർത്തിയാവുകയാണ്. ഈ കോൺട്രാക്ട് പുതുക്കാൻ ബെൻഫിക്കയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം അർജന്റീൻ ക്ലബ്ബായ റിവർ പ്ലേറ്റിന് ഓട്ടമെൻഡിയെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. അതായത് വേൾഡ് കപ്പിന് ശേഷം ഓട്ടമെൻഡിയെ കൊണ്ടുവരാനാണ് റിവർ പ്ലേറ്റ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ സൗദി അറേബ്യയിലെ ചില ക്ലബ്ബുകളും ഈ അർജന്റീൻ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബെൻഫിക്കയിൽ തന്നെ തുടരുമോ അതല്ലെങ്കിൽ ക്ലബ്ബ് വിടുമോ എന്ന കാര്യത്തിൽ ഓട്ടമെൻഡി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരുപക്ഷെ വേൾഡ് കപ്പിന് ശേഷമായിരിക്കാം അദ്ദേഹം ആ ഒരു തീരുമാനം എടുക്കുക. ഏതായാലും ഫിനാൻഷ്യൽ സൈഡ് കൂടി അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്, അഥവാ സാലറി കൂടി അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് ഓട്ടമെൻഡിയുടെ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ. ഇനി കാസമിറോയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയാണ് എന്ന തീരുമാനം നേരത്തെ എടുത്തതാണ്. അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കാസമിറോ തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് എന്ന ചാപ്റ്റർ അവസാനിച്ചു എന്നാണ് കാസമിറോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മെസ്സിയുടെ ഇന്റർ മയാമി കാസമിറോക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. കൂടാതെ മറ്റൊരു MLS ക്ലബ്ബായ ലോസ് ആഞ്ചലസ് ഗാലക്സി താരത്തിന് വേണ്ടി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ തുർക്കിയിലെ ചില ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും താരത്തിന് ഓഫറുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓഫറുകൾ അദ്ദേഹത്തിനുണ്ട്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് കാസമിറോ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ വേൾഡ് കപ്പിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഒരു തീരുമാനം എടുക്കുക. ഏതായാലും നിരവധി ഓപ്ഷനുകളാണ് കാസമിറോക്ക് മുന്നിലുള്ളത്. മെസ്സിയുടെ ക്ലബിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു താരം, അത് ബ്രസീലിയൻ താരമായ ഡാനിലോയാണ്. ബോട്ടഫോഗോക്ക് വേണ്ടി കളിക്കുന്ന ഡാനിലോയെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബയർ ലെവർക്യൂസൻ, നാപ്പോളി, സെനിത്ത്, ന്യൂകാസൽ യുണൈറ്റഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇത്രയും പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ ഡാനിലോക്ക് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ബോട്ടഫോഗോ കാത്തിരിക്കുകയാണ്. അതായത് വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ബോട്ടഫോഗോ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ 30 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ മൂല്യം. അത് ഒരുപക്ഷെ 40 മില്യൺ യൂറോയിലേക്ക് വരെ എത്തിയേക്കാം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ബോട്ടഫോഗോ കാത്തിരിക്കുന്നത്. അതായത് വേൾഡ് കപ്പിന് മുന്നേ ചർച്ചകൾ ഒന്നും അവർ നടത്തില്ല. വേൾഡ് കപ്പിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടത്തുക എന്നാണ് ബോട്ടഫോഗോ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹം പുറത്തെടുക്കുന്നത്. ഏതായാലും ഇത്രയും അപ്ഡേറ്റുകളാണ് പുതിയതായി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.